വംശീവിഭൂഷിതകരാൽ നവനീരതാഭാൽ പീതാംബരാൽ അരുണബിംബബലാതരോഷ്ടാൽ പൂർണ്ണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ ആപരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം പഞ്ചവിംശോധ്യായ 25-ാമത്തെ അധ്യായം. ശ്രീസുത ഉവാച ഇന്ദ്ര തദാത്മനഃ പൂജാം വിജ്ഞായ വിഹതം നൃപ ഗോവേഭ്യ കൃഷ്ണനാദേഭ്യോ നന്ദാദിഭ്യച്ചുഗോപസാ. ശ്രീസുബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് കഥ തുടരുകയാണ്. ഹേ പരീക്ഷിത്തെ, ഇന്ദ്ര ആത്മന പൂജാം വിഹതാം വിജ്ഞായ, ഇന്ദ്രൻ തനിക്ക് വേണ്ടിയുള്ള ആ യജ്ഞത്തെ മുടക്കപ്പെട്ടതായി അറിഞ്ഞിട്ട് തഥാ അപ്പോൾ തന്നെ കൃഷ്ണനാദേഭ്യ ശ്രീകൃഷ്ണൻ രക്ഷിതാവായിട്ടുള്ള നന്ദാദിഭ്യ ഗോവേഭ്യ നന്ദാദി ഗോപന്മാരോട് ചുഗോപ കോപിച്ചു. ഗണം സാംവർത്തകം നാമ മേഘാനാം ചാന്തകാരിണം ഇന്ദ്ര പ്രാചോദയൽ ക്രുദ്ധോ വാക്യം ചാഹേശമന്യുതാ. ഈശമാനീ ഇന്ദ്രച, താൻ തന്നെയാണ് സർവേശ്വരൻ എന്നുള്ള അഭിമാനമുണ്ട് ഇന്ദ്രന്. അങ്ങനെയുള്ള ഇന്ദ്രനാകട്ടെ ക്രുദ്ധ ക്രോധാവേശം കൊണ്ട് സാംവർത്തകൻ നാമ, എങ്ങനെയാണ് സാംവർത്തകൻ എന്നറിയപ്പെടുന്ന അന്ധകാരിണാം മേഘാനാം ഗണം, നാശം ഭൂമിയിൽ മുഴുവൻ നാശം വിതയ്ക്കാൻ കഴിവുള്ളതായിട്ടുള്ള തൻ്റെ മേഘങ്ങളുടെ ഗണം സമൂഹത്തെ പ്രാചോദയൽ പ്രേരിപ്പിക്കുകയും അതിനായിട്ട് പ്രേരിപ്പിച്ചു നാശം വരുത്താൻ വേണ്ടി. എന്നിട്ടോ വാക്യം ഇപ്രകാരം പറയുകയും ചെയ്തു. അഹോ ശ്രീമദമാഹാത്മ്യം ഗോപാനം കാനനൗകസം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഏ ചക്രു ദേവഹേളനം. ഇന്ദ്രന്റെ വാക്കുകളാണ്. മർത്യം കൃഷ്ണം ഉപാശ്രിത്യ, ഒരു സാധാരണ മനുഷ്യനായിട്ട് ആ കൃഷ്ണനെ ആശ്രയിച്ച് കാനനൗകസാം ഗോപാനം, ഈ വനവാസികളായിട്ടുള്ള ഈ ഗോപന്മാരുടെ ഈ ശ്രീമതമാഹാത്മ്യം, അവർക്ക് ആ സമ്പത്തിൻ്റെ ആ ധിക്കാരത്തിൻ്റെ തിമർപ്പുണ്ടല്ലോ, അഹോ അത്ഭുതം, അതിശയകരം തന്നെ എന്ന് പറയുകയാണ്. ഏ ദേവഹേളനം ചക്രു, എന്താ ചെയ്ത് അവർ അധികാരം എന്താണ് ധിക്കാരം കാരണം എന്ത് ചെയ്തു, അവർ ആ ദേവനിന്ദ തന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. യഥാദൃഢൈ കർമ്മമയൈ ക്രതുഭിർനാമനൗനിഭൈ വിദ്യാമാൻവിച്ഛിയും ഹിത്വാ തിജിഷ്ഠന്തിവർണവം. എങ്ങനെയാണ്, എന്തായാലും ഉദാഹരണം പറയണ, അനിക്ഷിക്കും വിദ്യാം ഹിത്വാ, ആത്മജ്ഞാനത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള വിദ്യയെ, അതായത് ബ്രഹ്മവിദ്യയെ ഉപേക്ഷിച്ചിട്ട് ആധൃഢൈ കർമ്മമയൈ നാമനൗനിഭൈ, ആ നശ്വരങ്ങളായിട്ടുള്ള അതുമാതിരി വെറും കർമ്മബഹുലങ്ങളായിട്ടുള്ള പേരിന് മാത്രം സംസാരസാഗരത്തെ തരണം ചെയ്യാൻ ഉതകുന്ന കപ്പലുകളാണ് എന്ന് തോന്നിക്കുന്നതുമായ ക്രതുബി, യജ്ഞങ്ങളാൽ ഭവാർണവം സംസാരസാഗരത്തെ തിരീക്ഷന്തി തരണം ചെയ്യുവാൻ ഉദ്യമിക്കുന്നു എന്നത് യഥാ എപ്രകാരമോ അപ്രകാരമാണിത് എന്നാണ് ഇപ്പോൾ ഇന്ദ്രൻ്റെ വാക്ക്. എന്താണ് ഈ എന്തൊക്കെയോ അവർ കർമ്മങ്ങൾ ചെയ്യണു ആധ്യാത്മിക വിദ്യയായിട്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക വിദ്യയായിട്ട് ഒരു കുലബന്ധവും ഇല്ലാത്ത കർമ്മങ്ങളാണ് ഇപ്പോൾ നന്ദഗോപുരമൊക്കെ ചെയ്തിരിക്കണമെന്നാണ് ഇന്ത്യൻ പറയണത്. അതിലൊരു പ്രാമാണികതയൊന്നുമില്ല. കൃഷ്ണൻ പറഞ്ഞു എന്തൊക്കെയോ വാക്ക് കേട്ടു, പർവ്വതത്തിനെയും പശുക്കളെയും ബ്രാഹ്മണരെയൊക്കെ പൂജിച്ചാൽ മതി, അതും കിട്ടാൻ അങ്ങനെ ചെയ്യുകയാണ്. അതുകൊണ്ട് അവർക്ക് ഈ സംസാരസാഗരം തരണം ചെയ്യാൻ കഴിയുന്നതാണ് അവരുടെ വ്യാമോഹം. അത് വലിയ കഷ്ടമായി പോയി എന്നൊക്കെയാണ് ഇന്ദ്രൻ്റെ വാദം. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപായേ ചക്രുരപ്രിയം. എന്താണ് ഈ വാചാലം ബാലിശം സ്തബ്ധം, ആ നല്ല വാക്സാമർത്ഥ്യമുള്ള ആളാണ് ഈ കൃഷ്ണൻ. എന്നാലോ കുട്ടിത്തൊട്ട് മാറിയിട്ടില്ല, അഹങ്കാരിയാണ്. ഇനും സ്തബ്ധം, അജ്ഞ ഒന്നും അറിയാണ്ട് അവിവേകിയാണ്. അങ്ങനെ എന്നാലോ പണ്ഡിതമാണ്, ഞാൻ വലിയ ജ്ഞാനിയാണെന്ന് അഭിമാനിക്കുവാനായിട്ടുള്ള മർത്യൻ, വെറും മർത്യൻ മരിച്ചു പോകുന്നവനാണ്. അങ്ങനെ മർത്യനായിട്ടുള്ള കൃഷ്ണനെ കൃഷ്ണം ഉപാശ്രയിച്ച് അങ്ങനെയുള്ള കൃഷ്ണനെ ആശ്രയിച്ചിട്ട് ഈ ഗോപ
ഗോപന്മാര് മേ അപ്രിയം ചക്രു എനിക്ക് അഹിതമായതിനെ ചെയ്തിരിക്കുന്നു. യേഷാം ശ്രീയാവലിപ്രധാനം കൃഷ്ണേനാത്മായിരാത്മനം ധുനുത ശ്രീമദസ്തംഭം പശുനയത സംശയം. അതുകൊണ്ട് ഈ മേഘങ്ങളോടെ പറയണത് ശ്രിയാ അവലിപ്രധാനം, അതായത് അങ്ങനെ തങ്ങളുടെ ആ സമ്പത്ത് കൊണ്ട് ആ ഗർഭം വർദ്ധിച്ചിട്ടുള്ളവരും കൃഷ്ണേന ആത്മായിരാത്മനാം ശ്രീകൃഷ്ണനാൽ ഊതിവിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുമായ ഏഷാം ഇവരുടെ ശ്രീമതസ്തംഭം ഈ ഐശ്വര്യമത സ്തംഭഗർഭിനെ ധൂനൂത ദൂരീകരിപ്പിൻ. എങ്ങനെ? പശുവിൻ സംശയം നയത, പശുക്കളെ മുഴുവൻ ക്ഷയിപ്പിക്കുക. അതാണ് ഈ അവർ അതിനുള്ള ഏറ്റവും മാർഗം. ഗോകുലം മുഴുവൻ അങ്ങോട്ട് ജലം കൊണ്ട് അങ്ങോട്ട് നിറച്ച് പ്രളയം വരുത്താം. ഞാനും വരാം. അഹം ചൈരാവതം നാഗം ആരുഹ്യാനും വ്രജേ വ്രജം മരുദ്ഗണൈ മഹാവീരൈ നന്ദഗോഷ്ടജികംസയാ. അഹം ഐരാവതം നാഗം ആരുഹ്യ, ഞാൻ എൻ്റെ വാഹനമായ ഐരാവതം എന്നുള്ള ആനയുടെ പുറത്ത് മഹാവീരൈ മരുദ്ഗണൈ, നല്ല അതിശക്തിയുള്ള മരുത്തുക്കളുടെ കൂട്ടത്തെ കാറ്റുകളുടെ കൂട്ടത്തോട് കൂടിയിട്ട് നന്ദഗോഷ്ടജികാംസ, നന്ദഗോപന്റെ ഗോകുലം തകർക്കാനായി വ്രജം അനുവ്രജയെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ ഗോകുലത്തിലേക്ക് വരുന്നുണ്ട്. അതായത് നല്ല കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് വ്രജത്തിനെ മുഴുവനാണ് മുക്കി നശിപ്പിക്കാനാണ് ഇന്ദ്രന്റെ പരിപാടി. ശ്രീശുഗൗവാച ഇത്തം ഭഗവതാജ്ഞപ്താ മേഘാ നിർമുക്തബന്ധനാ നന്ദഗോകുലമാസാരൈ പീഡയാമാസുരോജസ. ശ്രീശുബ്രഹ്മണ്യക്ക് പറയുകയാണ്, എന്താണ് ഇത്തം ഇപ്രകാരം ഭഗവതാ ആജ്ഞപ്ത, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്, ഇന്ദ്രനാൽ ആജ്ഞാപിക്കപ്പെട്ട നിർമുക്ത ബന്ധന കെട്ടഴിച്ച് വിട്ടയ്ക്കപ്പെട്ട ഈ മേഘ നന്ദഗോകുലം, ആ നന്ദഗോകുലത്തെ ആസാരെ കഠിന വർഷത്താൽ ഓജസ പീഡയാമാസു, ഊക്കോടെ അങ്ങോട്ട് പീഡിപ്പിക്കുകയാണെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള മഴ ഇങ്ങോട്ട് തുടങ്ങി. വിദ്യോതമാനാ വിദ്യുദ്ധി സ്തനന്തസ്തനയത്നുഭി തീവ്രൈർ മരുദ്ഗണൈർനുന്നാ ബവൃഹു ജലശർക്കരാ. വിദ്യുദ്ഭി വിദ്യോതമാന, ആ നല്ല ഇടിമിന്നൽ പിണറുകളാണ് അങ്ങനെ ശോഭിച്ചുകൊണ്ടും, സ്തനയിത്നുഭി ഇടിമുഴക്കത്താൽ, സ്തനന്ത കുലുക്കിക്കൊണ്ടും, തീവ്രൈ മരുദ്ഗണൈ അതികഠിനങ്ങളായിട്ടുള്ള കൊടുങ്കാറ്റുകളാൽ നുന്ന ഇങ്ങനെ ചലിപ്പിക്കപ്പെട്ടിട്ടുള്ള മേഘങ്ങള് ജലശർക്കരാവൃഷു ആലിപ്പഴം പൊഴിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള മഴ ഇങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. ആ ആലിപ്പഴം എന്നും കൽമാരി എന്നൊക്കെ ഇതിന് പറയും. ഈ ജലശർക്കര, ശിലാവർഷം എന്നൊക്കെയാണ് മേഘങ്ങൾ. ഇത്തരമുള്ള മഞ്ഞും കട്ടകളാണ് അതിന് പറയുന്നത്. ആലിപ്പഴം എന്ന കൈമാരി എന്നൊക്കെ പറയും. സ്ഥൂലാവർഷധാര മുഞ്ചൽ സ്വഭ്രേഷ്വഭീക്ഷ്ണശ ജലൗഘൈ പ്ലവ്യമാനാഭൂർ നാദൃശ്യതനതൊന്നതം. അഭ്രേഷു അഭീക്ഷ്ണശ, എങ്ങനെ മേഘങ്ങൾ അങ്ങനെ തുടരെ സ്ഥൂല നല്ല തൂണോളം വണ്ണത്തിലുള്ള വർഷധാരകളെ മുഞ്ചൽസു ചൊരിഞ്ഞുകൊണ്ടിരിക്കേ ജലൗഘൈ പ്ലാവ്യമാന ജലപ്രവാഹത്താൽ മുക്കപ്പെട്ട ഭൂമി നദോന്നതം അദൃശ്യത കുണ്ടും കുഴിയും ഒന്നും കാണാണ്ട് ഇങ്ങനെ മൂടിയിട്ട് വേറെ കാണാത്ത അവസ്ഥയിലെത്തി എന്ന് പറയണം. എല്ലാം ജലം കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. ആത്യാസാരാധിവാദേന പശവോ ജാതവേപന ഗോപാഗോപ്യശ്ച സീതാർത്ത ഗോവിന്ദം ശരണം യയൂ. അത്യാസാരാദിവാദേന അങ്ങനെ പേമാരിയാലും കൊടുങ്കാറ്റിനാലും ക്ലേശിച്ച് ശീതാർത്ഥ ഒപ്പം തന്നെ തണുപ്പിനാലും ജാതവേപന വിറയൽ പൂണ്ട പശവ ഗോപ ഗോപ്യജ പശുക്കളും ഗോപന്മാരും ഗോപികളും ഗോവിന്ദനായുള്ള ശ്രീകൃഷ്ണനെ ശരണം യയു ശരണം പ്രാപിച്ചു. സ്ഥിര സുതാംശ്ചകായേന പ്രച്ഛാദ്യാസാരപീഡിത ദേവമാനാ ഭഗവത പാദമൂലമുപായയോ. ആസാരപീഡിത ഇങ്ങനെ പേമാരി കൊണ്ട് അങ്ങനെ ക്ലേശിച്ച് ദേവമാന കിടുകിട വിറച്ചുകൊണ്ടിരിക്കുന്ന പശുക്കള് ശിര തലയെയും സുതാഞ്ച തങ്ങളുടെ കുഞ്ഞുങ്ങളെയും കായേന തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ പ്രച്ഛാദ്യ മറച്ചു പിടിച്ചുകൊണ്ട് ഭഗവത പാദമൂലം ഉപായി ഭഗവാന്റെ ആ പാദമൂലത്തിൽ അങ്ങോട്ട് ചെന്ന് ശരണം പ്രാപിച്ചു. എന്നിട്ടോ ഗോപന്മാരൊക്കെ സ്തുതിക്കാൻ തുടങ്ങി. കൃഷ്ണ കൃഷ്ണ ആഭാഗ ത്വന്നാദാ ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാന്ന
കോപിതാൽ ഭക്തവത്സല. ഏ ശ്രീകൃഷ്ണ, മഹാസൗഭാഗ്യവാനായിട്ടുള്ള ഭഗവാനെ, പ്രഭാവശാലിൻ, ഭക്തവത്സല, അങ്ങ് മാത്രം നാഥനായിട്ടുള്ള ഈ പശുക്കൂട്ടത്തെയും ഞങ്ങളെയും ഈ ക്രോധം പൂണ്ട ദേവനിൽ നിന്ന് ത്രാതും അരുഹസി അങ്ങ് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങട് ഭഗവാനെ ശരണം പ്രാപിച്ചത്. ശിലാവർഷനിപാതേന ഹന്യമാനമചേതനം നിരീക്ഷ്യ ഭഗവാൻ മേനേ കുപിരേന്ദ്രകൃതം ഹരി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഈ മഞ്ഞുംകട്ടയുടെ പതനം കാരണാൽ ശിലാവർഷനിപാതേന ഹന്യമാനം അചേതനം നിരീക്ഷ്യ, ആലിപ്പഴം കൊണ്ടുള്ള മഴ കൊണ്ടുള്ള ശക്തിയുള്ള മഴ കൊണ്ട് ഹനിക്കപ്പെട്ടിട്ട് ചൈതന്യഹീനമായിട്ടുള്ള തൻ്റെ ഗോകുലത്തെ കണ്ടിട്ട് കുപിരേന്ദ്രകൃത ഇന്ദ്ര കോപിച്ചുള്ള ഇന്ദ്രൻ്റെ പ്രവൃത്തിയാണെന്ന് മേനെ കരുതി ഭഗവാൻ മനസ്സിലാക്കി. അവർത്തുൽബണം വർഷം ആദിവാദം ശിലാമയം സ്വയാഗേ വിഹിതേസ്മാഭി ഇന്ദ്രോ നാശായ വർഷതി. സ്വയാഗേ അസ്മാഭി വിഹതേ, ആ തൻ്റെ യജ്ഞം ഞങ്ങളാൽ മുടക്കപ്പെട്ടപ്പോൾ അപ്പം ഈ ഋതുകാലത്തിനൊക്കാത്തതായി എന്താണ് അകാലത്തുണ്ടായിട്ടുള്ള ഈ മഴയുണ്ടല്ലോ, അത്യുൽബണം, അത്യന്തം ഭീകരവും വമ്പിച്ച കൊടുങ്കാറ്റോട് കൂടിയതുമായിട്ടുള്ള ഈ കൽമാരി നിറഞ്ഞുള്ള ഈ മഴയെ ഈ ഇന്ദ്ര നാശായ വർഷതി, ഇന്ദ്രൻ നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ട് വർഷിക്കുകയാണ് ചെയ്തതെന്ന് ഭഗവാൻ മനസ്സിലാക്കി. തത്ര പ്രതിവിധിം സമ്യക് ആത്മയോഗേന സാധകേ ലോകേശമാനിനം മൗഢ്യൽ ഹരിഷ്യേ ശ്രീമദം തമാ. ഇങ്ങനെ ഇങ്ങനെ ഇതെന്തുകൊണ്ടാണ് ഇന്ദ്രൻ ചെയ്ത് ആ ലോകേശമാനിനാം, അതായത് താൻ ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ്, ലോകപാലന്മാരാണെന്നുള്ള ഈ ദേവന്മാരുടെ ശ്രീമതം, ആ ശ്രീത്വം കൊണ്ടുണ്ടായിട്ടുള്ള ഗർവുണ്ടല്ലോ, അതുകൊണ്ടുണ്ടാവുന്ന അഹങ്കാരമാണ് ഈ തമ. അതിനെ ഞാൻ ഹരിഷ്യേ ദൂരീകരിക്കാം. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആത്മയോഗേന എൻ്റെ പ്രഭാവം കൊണ്ട് അതിനുള്ള പ്രതിവിധി വേണ്ട രീതിയിൽ ഞാൻ സാധിപ്പിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ അങ്ങോട്ട് തീരുമാനിച്ചത്. എന്താ? മൗഢ്യാൽ, അജ്ഞാനം കൊണ്ടാണ് ഇവർക്ക് ഇത് ഉണ്ടായത്. അതിനിപ്പോൾ തീർത്തു കൊടുക്കണം എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? നഹി സൽഭാവയുക്താനാം സുരാണാം ഈശവിസ്മയ മത്തോസതം മാനഭംഗ സമായോപതൽപതേ എന്ന് മാത്രമല്ല സദ്ഭാവയുക്താനാം സുരാണാം, അതായത് ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രായേണ എങ്ങനെയാണ് സാത്വികത ചേർന്നിട്ടുള്ള ദേവന്മാരാണ്. അവർക്ക് ഈ ഈശവിസ്മയ ഈ തങ്ങൾ ഈശ്വരന്മാരാണ് എന്നുള്ള ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഗർവ്, അതൊട്ടും യോജിച്ചതല്ല എന്ന് പറയുകയാണ് ഭഗവാൻ, കരുതാണ്. അതുകൊണ്ട് അസതാം ഹി സജ്ജന അവർക്കാകട്ടെ നമ്മിൽ നിന്നുണ്ടാകുന്ന മാനഭംഗ, എന്നിൽ നിന്നുണ്ടാകുന്ന ഈ അഭിമാനക്ഷതം അവരുടെ ഈ അഹങ്കാരപ്രസമായ അവരുടെ അഹങ്കാരത്തിൻ്റെ ശമനത്തിനായിട്ട് ഉപകൽപ്പതേ എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. എന്നിട്ടോ അതുകൊണ്ട് എന്ത് ചെയ്യണം? തസ്മാൽ മത്സരണം ഗോഷ്ടം മന്നാഥം മൽപരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ മൃതാഹിത. തസ്മാൽ അതുകൊണ്ട് മത്സരണം മന്നാഥം മൽപരിഗ്രഹം ഗോഷ്ടം, എന്നെ ഞാനാകുന്ന ശരണത്തോടു കൂടിയതും ഞാനാകുന്ന നാഥനോടു കൂടിയതും എൻ്റെ സംരക്ഷണത്തിൽ ഉള്ളതുമായ ഈ ഗോകുലത്തെ സ്വാത്മയോഗേന എൻ്റെ യോഗശക്തിയാൽ ഗോപായേ ഞാൻ രക്ഷിക്കാൻ പോവുകയാണ്. അയം, കാരണം അയം വ്രതം, ഈ ഗോകുല സംരക്ഷണ വ്രതം മേ ആഹിത എന്നാൽ സ്വീകരിക്കപ്പെട്ടതാണ്. അതായത് സത്തുക്കളിലേക്ക് രക്ഷണം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമാണ്, അവതാര ഉദ്ദേശമാണ് എന്ന് മാത്രമല്ല അവർക്ക് വാക്ക് കൊടുത്തേണ്ട ഈ ഗോവർദ്ധന പർവ്വതത്തിനുള്ള പൂജ കൊണ്ട് ഞാനും സന്തുഷ്ടനായിരിക്കണു. നിങ്ങൾക്ക് എല്ലാ ആപത്ത് വരുമ്പോഴും അതിനൊക്കെ ഈ ഗോവർദ്ധന പർവ്വതവും ഞാൻ രക്ഷിക്കും നിങ്ങളെ എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ആൾ വാക്ക് കൊടുത്തേണ്ട. അപ്പം എൻ്റെ ഒരു വ്രതമാണ് അവരെ രക്ഷിക്കുക എന്നുള്ളത് മനസ്സിലാക്കി തീർച്ചയാക്കിയിട്ട് ഭഗവാൻ ഇത്യുക്തേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാര ലീലയാ കൃഷ്ണ ഛത്രാഗമിവ ബാലകാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഇതി ഉക്ത ഇങ്ങനെ ആത്മകഥായിട്ട് പറഞ്ഞിട്ട് ബാലക ഒരു ബാലനായിട്ടുള്ള ഭഗവാൻ ഛത്രാഗമി ഒരു ചെറിയൊരു കുട്ടി ഒരു കൂണെടുത്ത് പൊക്കി പിടിക്കുന്ന പോലെ ലീലയാ ഒരു ലീലാവിനോദം എന്നോണം ആ കൃഷ്ണ ഏകേന ഹസ്തേന തൻ്റെ ഒരു കൈ കൊണ്ട് ഗോവർദ്ധനാചലം ആ ഗോവർദ്ധന പർവ്വതത്തെ കൃത്വാ ദധാര പുഴക്കിയെടുത്ത് അങ്ങനെ പൊക്കി അങ്ങോട്ട് പിടിച്ചു.
അതാഹ ഭഗവാൻ ഗോപാൻ ഹേംബ താത മ്രജൗകസ യഥോപജോഷം വിശദാ ഗിരികർത്തം സഗോദന. എന്നിട്ട് അവരോട് എല്ലാവരോടിട്ട് പറഞ്ഞു, ഹേ അബ്ബ, താത, പ്രയോഗസ, അമ്മേ, അച്ഛ, ഗോകുലവാസികളെ, ഏതോ ഉപജ നിങ്ങളെല്ലാം സുഖമാം വണ്ണം സഗോദന, നിങ്ങളുടെ എല്ലാ പശുക്കളോടും കൂടിയിട്ട് ഗിരികർത്തം ഈ പർവ്വതത്തിന്റെ വിടവിലേക്ക് വിശദ പ്രവേശിച്ചാലും അതിൽ പിന്നെ ഭഗവാൻ എന്നാണ് ഭഗവാൻ ആ ഗോപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട. നത്രാസ ഇഹവ കാര്യോ ഹസ്താദ്രിനിവാദനേ വാദവർഷഭയേനാലം തൽത്രാണം വിഹിതം ഹിവാ. ഭവാന്മാർക്ക് ഇഹ ഇവിടെ മൽഹസ്താദ്രിനിവാദനെ പർവ്വതം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നൊന്നും ത്രാസ എന്ന കാര്യം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വാദവർഷഭയേന അലം ഈ കാറ്റിനെയും മഴയും ഭയപ്പെട്ടതും മതിയായി ഒന്നും പേടിക്കേണ്ട. കാരണം ഈ വാ തത്രാണം വിഹിതം, കാരണം നിങ്ങൾക്കെല്ലാം അവയിൽ നിന്നുള്ള സംരക്ഷണം വേണ്ട രീതിയിൽ ഞാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു എന്നാണ് ഭഗവാൻ പറയണത്. തഥാ നിർവിശുർഗർത്തം കൃഷ്ണാശ്വാസിതമാനസ യഥാവകാശം സദനാ സംവ്രജാ സോപജീവിന ശുത്രുഭ്യതം സുഖാവേക്ഷം ഹിത്വാ തൈർവ്രജവാസിഭിः വീക്ഷ്യമാണോ ദദാവദ്രിം സപ്താഹം നാചൽപദാൽ കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യേന്ദ്രോതി വിസ്മിത നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപ്പ സ്വാൻമേകൻ സംയവാരയൽ. ഇങ്ങനെ എന്ത് ചെയ്തു? ഈ ഭഗവാൻ ഇപ്രകാരം ആശ്വസിക്കപ്പെട്ട ആ നന്ദഗോപരെ തുടങ്ങിയിട്ടുള്ള എല്ലാവരും തങ്ങളുടെ പശുക്കളെ, വണ്ടികളെ, ഭൃത്യന്മാരെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പർവ്വതത്തിൻ്റെ അടിയിലേക്ക് ഒട്ടും ധൃതി കൂടാണ്ട്, പരിഭ്രമമൊന്നുമില്ല, അവർക്ക് ഇപ്പോൾ പേടിയൊന്നുമില്ല, അവരെല്ലാവരും അതിൻ്റെ അങ്ങനെ ഉള്ളിക്കാണ്. കാരണം കൃഷ്ണ ആശ്വാസിത മാനസ, ഭഗവാൻ അവരെയൊക്കെ ആശ്വസിപ്പിച്ചാൽ നിങ്ങളൊന്നും പേടിക്കേണ്ടതെന്നേ. അപ്പോൾ ഇവരെല്ലാവരും അതിനകത്താണ്ട് കയറി നിന്നു എന്ന് പറയുകയാണ്. എന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടോ ക്ഷുദ്രവ്യഥാം സുഖാപേക്ഷാം ഹിത്വ, അവർക്ക് വിശപ്പോ ദാഹോ ഒന്നും അനുഭവപ്പെട്ടില്ല. കാരണം അവരെല്ലാവരും എങ്ങനെയാണ് അത്ഭുത സപ്തരായിട്ട് തന്നെ കൃഷ്ണനെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. അങ്ങനെ 7 ദിവസം സപ്താഹം നാജലൽപദാൽ, ഭഗവാൻ ആ കാലിൻ്റെ ഒരു അടി ഇളക്കാണ്ട് അങ്ങനെ 7 ദിവസവും പർവ്വതത്തിനെ താങ്ങിക്കൊണ്ട് തന്നു. കൈയൊന്നും മാറ്റിയതും കൂടി ഇല്ല എന്ന് പറയുക. ഇടത്തെ കൈ തന്നെ അങ്ങനെ വെച്ച് പൊക്കി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നു ഇളകാണ്ട് നിന്നു എന്ന് പറയുകയാണ്. ഈ വ്രജത്തിലെല്ലാവരും അങ്ങനെ നോക്കിക്കൊണ്ട് താഴത്തെ അടിയിലിങ്ങനെ ഭഗവാനെ തന്നെ നോക്കി ശബ്ദരായിട്ട് അവർക്ക് മനസ്സിലായി എന്താ ഈ ഭാവം എന്നുള്ളത്. അത്ര അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷെ എന്നാലോ പുറത്ത് നിൽക്കണ ഇന്ദ്രൻ എന്ന ഭഗവാന്റെ യോഗവൈഭവം കണ്ടുണ്ടല്ലോ, വല്ലാണ്ട് അതിശയിച്ചു എന്നാണ്. കൃഷ്ണ യോഗാനുഭാവം തം സാമ്യേന്ദ്രോ ഒതിവിസ്മിത, അത്ഭുതപ്പെട്ടു എന്നിട്ടോ. നിസ്തംഭോ, അങ്ങനെ എന്താണ് ആ ഗർഭമെല്ലാം വെടിഞ്ഞു എന്നിട്ടോ. തൻ്റെ ഉദ്ദേശം എങ്ങനെയാണ്? സങ്കല്പങ്ങളെല്ലാം ഭ്രഷ്ടമായി തീർന്നു. അങ്ങനെ പരിഭ്രാന്തനായിട്ട് എന്ത് ചെയ്തു? സ്വാൻമേഘം സംയവാരയൽ, ആ തൻ്റെ മേഘങ്ങളെല്ലാം മതി, മഴ പെയ്യുന്നു മതി എന്ന് പറഞ്ഞ് ആ തുടരിൽ നിന്ന് അവരെയൊക്കെ വിലക്കി നിർത്തി എന്ന് പറയുകയാണ്. കംവ്യപ്രമുദിതാദിത്യം വാദവർഷം ച ദാരുണം നിശമ്യോപരതം ഗോവാൻ ഗോവർദ്ധനതരോ ഭവീൽ നിർയാത ത്യജത്രാസം ഗോപാസസ്ത്രീധനാർഭക ഉപാരതം വാദവർഷം യുധപ്രായശ്ച നിന്നല തതസ്തേ നിർയയുർഗോപ സ്വം സ്വമാദായ ഗോദനം ശകടോടോപകരണം ശ്രീബാലസ്ഥവിരാശനൈ ഭഗവാനവിതം ശൈലം സ്വസ്ഥാനേ പൂർവവൽ പ്രഭു പശ്യതാം സർവഭൂതാനം സ്ഥാപയാമാസ ലീലയാ. ഇങ്ങനെ ആ ഇന്ദ്രൻ തന്നെ മഴയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ആകാശത്തുള്ള മേഘങ്ങളൊക്കെ മാറി ആകാശം എങ്ങനെയാണ് വ്യഭ്രമാണ്, നല്ല തെളിഞ്ഞ ആകാശമായി. സൂര്യപ്രകാശം അങ്ങനെ സൂര്യനെ കുതിച്ചു എന്ന് പറയുകയാണ്. ആ ഉദിതാദിത്യം നല്ല തെളിഞ്ഞ് സൂര്യനെ തിന്നിട്ടോ കാറ്റും മഴയൊക്കെ നിലച്ചു. ഇതെല്ലാം കണ്ടുള്ള ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞു? ആ ഗോപന്മാരോടൊക്കെ എങ്ങനെയാണ് പുതിയ ഭഗവാന്റെ പേരും കൂടി ഗോവർദ്ധനധരൻ എന്നുള്ള പേരും കൂടി ഭഗവാന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഭഗവാൻ പറഞ്ഞു, ഗോവർദ്ധനോ എന്നൊക്കെ പറയാറില്ലേ, ആ ഭഗവാൻ പറഞ്ഞു, നോക്കൂ നിങ്ങളെ പേടിക്കൊന്നും വേണ്ട, കുട്ടികളോടും സ്ത്രീകളോടും പശുക്കളോടും ഒക്കെ കൂടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോയിക്കോളൂ. കാറ്റും മഴയൊക്കെ അവസാനിച്ചു. നദിയിലെ വെള്ളമൊക്കെ വാർന്ന മട്ടായി. അപ്പോൾ ആ ഗോപന്മാർ
അവരവരുടെ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വണ്ടികളിൽ കയറ്റിയിട്ട് ഗോക്കളൊക്കെ തെളിച്ച് നല്ല സാവധാനം പുറത്തു വന്നു. എല്ലാവരും അതിൻ്റെ അടിയിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് ആ മഹാപ്രഭുവായിട്ടുള്ള ഭഗവാൻ, പൂർവവൽ പ്രഭു ഭഗവാൻ അഭി തം ശൈലം സ്വസ്ഥാനെ എന്ത് ചെയ്തു? ആ പർവ്വതത്തെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ലീലാവിനോദം എന്നോണം അതിൻ്റെ ആ സ്ഥാനത്ത് അങ്ങോട്ട് ഇറക്കി വെച്ചു. തം പ്രേമവേഗം നിവൃതാ പ്രജൗഗസോ യഥാ സമീയു പരിരംഭണാദിഭി ഗോപ്യശ്ച സസ്നേഹമപൂജയൻ മുദാ ദത്യക്ഷതാബ്ധിർയുജു സദാശിലാ. അങ്ങനെയുള്ള ആ സമയത്ത് വ്രജൗകസ ആ ഗോപന്മാരെല്ലാവരും പ്രേമവേഗാൽ ഭഗവാനോടുള്ള പ്രേമത്തിൻ്റെ ആധിക്യം കാരണം നിവൃത അവരൊക്കെ നിറഞ്ഞവരായിട്ട് തം ആ ശ്രീകൃഷ്ണനെ യഥാ പരിരംഭണാദിവി യഥോചിതം ആലിംഗനാദികളോടുകൂടി സമീപിച്ചു എന്ന് പറയുകയാണ്. അതായത് എന്താ അവർക്ക് ആ തങ്ങളുടെ നാഥനായുള്ള ഭഗവാനോട് എങ്ങനെയുണ്ട് തങ്ങളുടെ ആ പ്രേമവും കൃതജ്ഞത കാട്ടണമെന്നല്ല വേഗം ചെന്ന് കൃഷ്ണനെ ആലിംഗനം ചെയ്തു. ഗോപികമാരാവട്ടെ എന്ത് ചെയ്താ മുതാ സ്നേഹം ദധ്യക്ഷതാഭി സന്തോഷത്തോടും കൊണ്ട് സ്നേഹത്തോടു കൂടിയിട്ട് അവര് തൈര് അക്ഷതം ജലം ഇതുകൊണ്ടൊക്കെ ഭഗവാനെ പൂജിച്ചു. സർവേ എല്ലാവരും സദാധിര നല്ല ആശിസ്സുകൾ ആ ഭഗവാന്റെ ശിരസിൽ അങ്ങനെ ചുരിഞ്ഞു എന്ന് പറയുകയാണ്. യശോദാരോഹിണി നന്ദോ രാമശ്ച ബലിനംബര കൃഷ്ണമാലിംഗയുജു ആശിഷ സ്നേഹകാതരാ. പ്രത്യേകിച്ച് യശോദ, രോഹിണി, നന്ദഗോപര്, ബലിനാംബര രാമച. യശോദയും രോഹിണിയും നന്ദഗോപരും ബലന്മാരിൽ വെച്ച് ബലവനായിട്ടുള്ള ബലരാമൻ എന്നിവരെല്ലാം സ്നേഹകാതര കണ്ണനോടുള്ള വാത്സല്യം ആ വിവശതയോട് കൂടിയിട്ട് ആലിംഗ്യ ആശിര യുജു കെട്ടിപ്പുണർന്ന് കണ്ണനെ ആ ശിരസിൽ ചുംബിച്ചുകൊണ്ട് അവരെല്ലാവരും ആശീർവദിച്ചു. ആ സമയത്ത് ദിവി ദേവഗണാ സാധ്യ സിദ്ധഗന്ധർവചാരണ തുഷ്ടു പുഷ്പവർഷാണി പാർത്ഥിവ. ഹേ പാർത്ഥിവ, അല്ലയോ രാജൻ, ദേവഗണ ആ സമയത്ത് ദേവഗണ സാധ്യ സിദ്ധഗന്ധർവചാരണ ആ ദേവഗണങ്ങള് സാധ്യന്മാര് സിദ്ധന്മാര് ഗന്ധർവന്മാര് ചാരണന്മാരെല്ലാവരും സന്തുഷ്ടരായി. ദിവി തുഷ്ടുവു ആകാശത്തിൽ നിന്ന് അങ്ങനെ സ്തുതിച്ചു. പുഷ്പവർഷാണി മുമുചൂച പുഷ്പവർഷി നടത്തുകയും ചെയ്തു. ശങ്കദുന്ദുഭയോ മേധു ദിവി ദേവപ്രണോദിതാ ജഗു ഗന്ധർവപതയാ തുമ്പുരു പ്രമുഖാ നൃപാ. രാജപരീക്ഷത്തെ എന്ന് മാത്രമല്ല ആകാശത്തിലെ ദേവകളാൽ പ്രയോഗിക്കപ്പെട്ട ശംഖധ്വനികളെ പെരുമ്പറകളെ വേദവാദ്യങ്ങൾ ദിവ്യവാദ്യങ്ങളൊക്കെ മുഴങ്ങാൻ തുടങ്ങി. തുമ്പുരു തുടങ്ങിയിട്ടുള്ള ഗന്ധർവവര്യന്മാരൊക്കെ ഗാനം ചെയ്യാൻ തുടങ്ങി. ഇവിടെ നാരദ മഹർഷിയുടെ പേര് പറഞ്ഞില്ല. തുമ്പുരുവിൻ്റെ മുമ്പിൽ നാരദ മഹർഷി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത്തരം അവസരങ്ങളിലൊക്കെ അദ്ദേഹം അവിടെ ഇല്ലാണ്ട വരില്ല. തതോനുരക്തൈ പശുപൈ പരിശ്രിതോ രാജൻ സഗോഷ്ടം സബലോ വ്രജൽ ഹരി തഥാവിധാന്യസ്യ കൃതാനി ഗോപിക ഗായന്ത്യു മുദിതാ ഹൃദി സ്പൃശ. പരീക്ഷിത്തെ ഹേ രാജൻ, അനുരക്തൈ പശുപൈ പരിശ്രിത ഇപ്രകാരം തന്നിൽ വളരെ പ്രേമാനുരക്തരായിട്ടുള്ള ഗോപന്മാരാൽ അനുഗതനായി ചുറ്റപ്പെട്ടുകൊണ്ട് സബല ഏട്ടനായിട്ട് ബലരാമനോട് കൂടിയിട്ട് സ ഹരി ആ ഭഗവാൻ തഥ അവിടെ നിന്ന് ഗോഷ്ടം അമ്രകൽ ഗോകുലത്തിലേക്ക് യാത്രയായി. മുദിത ഗോപികമാരെല്ലാവരും മോദത്തോടെ ഹൃദിസ്പൃശ അവരുടെ ഹൃദയത്തെ വശീകരിച്ച അസ്യ അദ്ദേഹത്തിൻ്റെ തഥാ ഇങ്ങനെ ഇത്തരത്തിലുള്ള അനവധി അത്ഭുത കൃത്യങ്ങളിൽ അതിനെയെല്ലാം പാടി പുകഴ്ത്തിക്കൊണ്ട് ഗായന്ത്യ ഗോകുലത്തിലേക്ക് ചെന്നു. ഭഗവാനെ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് പല ഗാനങ്ങളെ ആസ്വദിച്ചുകൊണ്ടാണ് അവരെല്ലാവരും കൂടി ഗോകുലത്തിലേക്ക് ആനയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ അധ്യായം അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചവിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.